നമസ്തേ. അവേക്കനിങ്ങിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആത്മീയമായിട്ട് ഉണരുന്ന സമയത്ത് ഓരോ വ്യക്തികളും ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയെന്നാണ് ചുരുക്കത്തിൽ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ആരാണ് എന്നുള്ള ചോദ്യമാണ്. യഥാർത്ഥത്തിൽ എൻ്റെ അസ്തിത്വം, ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ പേരിനും വിലാസത്തിനും ജെൻഡറിനും അപ്പുറത്തേക്ക് എന്താണ് എൻ്റെ യഥാർത്ഥത്തിലുള്ള എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ അസ്തിത്വം എന്നുള്ളതാണ്. അതൊരു വലിയ ബൃഹത്തായിട്ടുള്ള ചോദ്യമാണ്. ആരായിരുന്നു ഞാൻ മുമ്പ്, ഇനി അങ്ങോട്ട് ഞാൻ ആരാകണം, ഇപ്പോൾ ഞാൻ ആരാണ്? ഈ ചോദ്യം ചോദിച്ചു തുടങ്ങുമെന്നുള്ളതാണ് ഉണർച്ചയിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ആത്മീയ അവേക്കനിങ്ങിലേക്ക് പോകുന്ന സമയത്ത്. രണ്ടാമതായിട്ട് ചോദിക്കുന്ന ചോദ്യം എന്ന് പറയുന്നത് ഞാൻ ആരുടെ സ്വപ്നത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മളിൽ എത്ര പേർ നമ്മളുടെ തന്നെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് ജീവിക്കുന്നുണ്ട്? സ്വപ്നം എന്ന് പറയുമ്പം നമ്മൾ കണ്ടതായിട്ടുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് ആത്യന്തികമായിട്ട് നമ്മൾ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഓരോ മനുഷ്യനും. അപ്പം ഞാൻ അതിനുവേണ്ടിയാണോ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, അതോ വേറെ ആരുടെയെങ്കിലും സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ വാടകയ്ക്കെടുത്തിരിക്കുകയാണോ എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ചോദിക്കുന്ന ചോദ്യം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഞാനിവിടെ വന്നിരിക്കുന്നു, ഈ ഭൂമിയിൽ വന്നിരിക്കുന്നു, ഇവിടെ ജന്മം കൊണ്ടിരിക്കുന്നു, എനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതാണ്. കാരണം ആരാണ് എന്നുള്ള ചോദ്യം, അതിനോടൊപ്പം തന്നെ ഞാൻ ആർക്കു വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം. മൂന്നാമതായിട്ട് എനിക്കെന്താണ് വേണ്ടത് എന്നുള്ള ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിക്കുമ്പോഴാണ് പലപ്പോഴും നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾക്കും ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്കും ചെറിയ രീതിയിലെങ്കിലും നമുക്ക് ഉത്തരത്തിൻ്റെ വെളിച്ചം ലഭിക്കുന്നത്. അടുത്തതായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഭയം ആരുടേതാണ് എന്നുള്ളതാണ്. അതായത് എൻ്റെ ഉള്ളിൽ ഭയമുണ്ട്. ഈ ഭയം യഥാർത്ഥത്തിൽ എന്നിൽ നിന്ന് തന്നെ വരുന്നതാണോ, ഞാനാണോ കാരണക്കാരൻ, അതോ വേറെ ഏതെങ്കിലും വ്യക്തികളാണോ? അപ്പം ഞാൻ ഭയന്നത് കൊണ്ടാണോ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഭയം, വേറൊരാളുടെ ഭയം എനിക്ക് പേറേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്നുള്ള ചിന്തയാണ് അടുത്തതായിട്ടുള്ള ചോദ്യം. പല സമയത്തും വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ്. ആരുടേതാണ് ഈ വിശ്വാസം? ഞാനിന്ന് വിശ്വസിക്കുന്ന മതമായിക്കോട്ടെ, പ്രത്യയശാസ്ത്രങ്ങളായിക്കോട്ടെ, മറ്റുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഇതൊക്കെ എൻ്റേത് തന്നെയാണോ? എൻ്റേതായിട്ടുള്ളത് ഞാൻ കണ്ടെത്തിയിട്ടുണ്ടോ, അതോ വേറൊരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ, പ്രസ്ഥാനങ്ങൾ, സമൂഹം ചൊരിഞ്ഞു തന്നത് അതേപടി ഞാൻ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണോ എന്നുള്ളതാണ് അവേക്കനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ സ്വയം ചോദിക്കുന്ന അടുത്തതായിട്ടുള്ള ചോദ്യം. ഈ ചോദ്യമാണ് പലരെയും മതത്തിൻ്റെ പിടിയിൽ നിന്ന് പുറത്തു വരാനായിട്ടും അല്ലെങ്കിൽ പല വിധത്തിലുള്ള ചട്ടക്കൂടുകളിൽ നിന്ന് പുറത്തു കടന്ന് സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇതാണ് നമ്മളെ സത്യത്തിലേക്ക് കൊണ്ടുപോകുന്നതും. അടുത്തതായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഞാൻ സ്വതന്ത്രനാണോ എന്നുള്ളതാണ്. ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ കൈ വിരിച്ചു പിടിച്ചിട്ടുണ്ട്, എൻ്റെ വാ തുറന്നിരിക്കുന്നുണ്ട്, പക്ഷേ ഞാൻ സ്വതന്ത്രനാണോ എന്നുള്ള ചോദ്യം. പലരും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് വായിലൊരു സ്റ്റിക്കർ ഒട്ടിച്ച് കൈകൾ പുറകിൽ കെട്ടി അനങ്ങാതെ ഫുട്പാത്തിലേക്ക് നടക്കുക എന്ന് പറയുന്നത് പോലെയുള്ള മാർഗങ്ങളാണ്. ഞാൻ പറയുന്നത് റിബലാകുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് എൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിനെ എനിക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? എന്താണ് യഥാർത്ഥത്തിലുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വിടുതൽ എന്ന് പറയുന്നത്? ഭൂതകാലം, അതിൻ്റെ കുറ്റബോധം അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചിട്ടുള്ള ആൻസൈറ്റി തുടങ്ങിയതായിട്ടുള്ള അത്തരത്തിലുള്ള മനസ്സ് ഉണ്ടാക്കുന്നതായിട്ടുള്ള ജയിൽ. നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മളെ ജയിലിലാക്കുന്നത് നമ്മുടെ മനസ്സാണ്. ഈ ജയിലർ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ മനസ്സാണ് പലപ്പോഴും. കാരണം അത് മറ്റേതൊരു തടവറയേക്കാളും വളരെയധികം ശക്തിയുള്ളതാണ്. സോ ഈ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന സമയത്താണ് ഈ മനസ്സിൻ്റെ ചിന്തകൾ അതിൻ്റെ ഇല്യൂഷനിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ അതിൻ്റെ ഒരു തുടക്കമാണ്. അങ്ങനെ പുറത്തു വരുന്ന സമയത്ത് നമുക്ക് ഓരോ ചോദ്യങ്ങൾക്കും കുറേശ്ശെ ഉത്തരം കിട്ടി തുടങ്ങുന്നു. അതാണ് യഥാർത്ഥത്തിലുള്ള ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അങ്ങനെ മനസ്സിൻ്റെ മിഥിയിൽ നിന്ന് പുറത്തു വന്ന് അബോധതലങ്ങളുടെയും മിഥിയിൽ നിന്ന് പുറത്തു വന്നു കഴിയുന്ന സമയത്ത് നമുക്ക് ആത്മാവിൻ്റെ സ്വരത്തിനെ ശ്രവിക്കാനായിട്ട് സാധിക്കുകയും നമ്മുടെ കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ സത്യത്തിൻ്റെ വഴിയിലൂടെ നടക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ആ ഒരു യാത്ര നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്, ഉയരേണ്ടതുണ്ട്, ലക്ഷ്യങ്ങൾ സാധിക്കേണ്ടതുണ്ട്. യാത്ര തുടരുകയാണ്. തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുന്നു. നമസ്തേ.